ഫോം ചെയ്തതിന് ശേഷം ഈ പുറത്തു പോയി ബാലെ ഡാൻസ് കളിക്കുക, കഥകളിൽ നിന്ന് ഈ മൈനർ കളികളായിട്ട് കളിക്കുക. മൈനർ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി 4 ദിവസത്തുള്ള വളരുന്ന കഥ, നിങ്ങൾക്ക് അതിൻ്റെ ആകർഷണാത്മകമായ അംശങ്ങൾ മാത്രം ചുരുക്കിയിട്ട് മൈനർ കളിയായിട്ട് കളിക്കുക. ആ ഒരു ട്രെൻഡിൻ്റെ ഒരു സംഭവം അത് പണ്ടത്തെ കഥകളിക്കാരെ ഭയങ്കര പിണക്കിയിട്ടുള്ളൊരു സമീപനം കൂടിയാണ് ഈ ബാലെ കളി. ഹൈദരലിയെ കുറിച്ചിട്ട് എന്താണ് ഒരാളെ എഴുതിയിട്ടുള്ളൊരു വാർത്ത, അത് എഴുതിയ രാമനാട്ടുകാർക്കും കൂടിയാണെന്നും കൂടി ഞാൻ പറയട്ടെ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, രാമനാട്ടുകാരിൽ ജീവിച്ചിട്ടുള്ള KPS മേനോൻ എന്ന് പറയുന്ന ആൾ. ഈ KPS മേനോന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിഞ്ഞൂടാ. 75 അവസാന കാലത്താണ് അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് കൊടുങ്ങല്ലൂർ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത്. അവസാന കാലത്താണ് അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. ഏറ്റവും അവസാനത്താണ്. KPS മേനോൻ രാമനാട്ടുകാരിലായിരുന്നു ജീവിച്ചത്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെക്സ്റ്റുണ്ട്, കഥകളി രംഗം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ്. അത്ഭുതം തോന്നുന്ന ടെക്സ്റ്റാണ്. ഈ വടക്കും തെക്കും മുഴുവൻ നടന്ന് ഈ കഥകളി മുഴുവൻ കണ്ട്, ഈ കഥകളി മുഴുവൻ കണ്ടതിന് ശേഷം അതിന്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള അത്ഭുതകരമായ ഒരു പുസ്തകമാണ് കഥകളി രംഗം. മാതൃഭൂമി ഞങ്ങൾ പബ്ലിഷ് ചെയ്തത്. പിന്നീട് ഞങ്ങളുടെ സർവകലാശാലയ്ക്ക് അതിന്റെ റീപ്രിന്റൊക്കെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ ബാലയ്ക്ക് ട്രൂപ്പിന് വേണ്ടി വയലിൻ വായിക്കുന്ന കലാമണ്ഡലം ഹൈദരലിയെ കുറിച്ച് കവിനകത്ത് KPS മേനോൻ ഒരു കാര്യം പറഞ്ഞു. പുതിയ പാട്ടുകാർ ബാലയ്ക്കും വായിക്കുന്ന ആൾക്കാരാണ് ഒരു പരാമർശം. പഴയ ഈ കഥകളി സമ്പൽക്കല്ല, പുതിയ ആൾക്കാർ ബാലയ്ക്കും വായിക്കും. ശങ്കരൻ ഇമ്രാന്തിരി ബാലയ്ക്കും പാടും. അദ്ദേഹം ശ്രുതി വെച്ചിട്ട് പാടും, വയലിൻ വെച്ചിട്ട് പാടും, കച്ചേരി ഒരു സിനിമാറ്റിക് വിഭവമാക്കി മാറ്റി. ഇതൊരു പരാതിയായിട്ടാണ് KPS മേനോൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് മാറുന്ന ഒരു പ്രവണതയോട് ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിലാണ് നിശ്ചയമായി ഈ ബാലെ ട്രൂപ്പിന് വേണ്ടിയിട്ട് മാഷ് നാടകം എഴുതുന്നത് എന്ന് എനിക്ക് അന്ന് തോന്നുന്നത്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഥകളുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് അത്ര വിശദാംശങ്ങളിൽ പോകുന്നില്ല. ഒരു സൂചനയായിട്ടൊരു ചെറിയ കാര്യം കൂടി ഞാൻ നമ്മള് ഈ പട്ടിക്കാമ്പള്ളി രാമുണ്ണി മേനോൻ എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ട്. ഞാനിതും കൂടി പറഞ്ഞിട്ട് ആ ഏരിയ. പട്ടിക്കാമ്പള്ളി രാമുണ്ണി മേനോൻ കലാമണ്ഡലത്തിൽ വളരെ കുറച്ച് കാര്യം മാഷായിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കലാമണ്ഡലത്തിൽ നിന്ന് പിണങ്ങിപ്പോയതാണ്. കലാമണ്ഡലത്തിൽ നിന്ന് പിണങ്ങിപ്പോയിട്ട് അദ്ദേഹം ഇതിന്റെ നഷ്ടം കുട്ടികൾക്ക് ഭയങ്കര നഷ്ടമാകുമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തോട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. ഈ പട്ടിക്കാമ്പള്ളി രാമുണ്ണി മേനോൻ കലാമണ്ഡലത്തിൽ നിന്ന് പിണങ്ങി പോകാനുണ്ടായ ഒരു കാര്യം എന്താന്ന് പറയുന്നത്, മൈസൂർ കൊട്ടാരത്തിലേക്ക് വരുന്നത് മിനിറ്റോട്ട് അവസാനിക്കുക. മൈസൂർ കൊട്ടാരത്തിലേക്ക് ഇവരെല്ലാവരും കൂടി കളിക്കാൻ വേണ്ടി പോയി. കലാമണ്ഡലത്തിലെ ട്രൂപ്പ് പട്ടിക്കാമ്പള്ളി രാമുണ്ണി മേനോനും കൂട്ടിപ്പോയി. ഇതൊക്കെ KPS മേനോന്റെ പുസ്തകത്തിലുള്ള കാര്യം കൂടിയാണ്. അവിടെ പോയി കളിക്കുന്ന സമയത്ത് മൈസൂർ രാജാവിന്റെ സമയം കിട്ടിയത് വളരെ കുറച്ച് സമയമാണ് കാണിക്കാൻ വേണ്ടി. കുറച്ച് സമയം അലോട്ടഡ് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പട്ടിക്കാമ്പള്ളി രാമുണ്ണി മേനോനൊക്കെ വിസ്തരിച്ച് കളിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞ ഒരു ക്ലാസിക്കൽ ഭാവത്തിന്റെ ആളാണ്. വിശദാംശങ്ങളിൽ സൂക്ഷ്മാംശങ്ങളിൽ അങ്ങനെ ഇറങ്ങിച്ചെന്ന് പൊലിപ്പിച്ചെടുക്കുന്ന ആളാണ് പട്ടിക്കാമ്പള്ളി രാമൻ. ആ പട്ടിക്കാമ്പള്ളി രാമുണ്ണി മേനോനോട് ഇത് എങ്ങനെ പറയുന്നത്, കലാമണ്ഡലം ട്രൂപ്പിന് ഭയങ്കര 1/2 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ കളിക്കേണ്ടത് കേട്ടോ. ഭയങ്കര ഒരു സംഘർഷമാണ്, ഒരാളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘർഷം. അവസാനം ഈ പട്ടിക്കാമ്പള്ളി രാമുണ്ണി മേനോനോട് പറയാതെ പാട്ടുകാരൻ ഇതിനെ ചുരുക്കി കംപ്രസ് ചെയ്തു. KPS മേനോന് വരുന്നുണ്ട്. പട്ടിക്കാമ്പള്ളി രാമുണ്ണി മേനോൻ സദസ്സിന് മുഴുവൻ ഇതാക്കുന്ന രീതിയിൽ അന്ന് വളരെ മോശപ്പെട്ട കളി കളിച്ച് കുറിച്ചു വരികയും കലാമണ്ഡലത്തിൽ വന്ന ഉടനെ അദ്ദേഹത്തിന് ഒരു മെമ്മോ കിട്ടുകയും ചെയ്തു. കലാമണ്ഡലത്തിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം കലാമണ്ഡലത്തിൽ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, പരമ്പരാഗത അഭിരുചികളും പുതിയ അഭിരുചികളും തമ്മിൽ എല്ലാ മേഖലയിലും സംഘർഷങ്ങളുണ്ടാകും. മാഷെ പോലുള്ള ഒരാൾ എനിക്ക് തോന്നുന്നത് ഈ പുതിയ അഭിരുചികളെ വല്ലാതെ ശ്രദ്ധിക്കുകയും അവിടെ എന്ത് നടക്കുന്നു എന്ന് വളരെ സ്നേഹത്തോടു കൂടി നോക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞാൽ പുതിയൊരാൾ സംസാരിക്കുന്ന സമയത്ത് വിയോജിപ്പുകളോട് കൂടി തന്നെ നമ്മൾ ഒന്ന് തൊടുകയും ചെയ്യുന്ന ഒരു ഭാവുകത്വത്തെ നമ്മൾ മാഷ് തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു വേടുണ്ട് ഈ പുസ്തകത്തിനകത്ത്. അതിശേഷം നോട്ട് ചെയ്തിട്ടുണ്ടാവും, വിവേകം എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതൊരു വല്ലാത്തൊരു വാക്കാണ്. വിവേകപൂർവമായിട്ട് പുതിയൊരു കാലത്ത് നോക്കിക്കാണുന്ന ഒരു സമീപനം മാഷിന്റെ പൊതു സമീപനങ്ങളിലാണ്. അപ്പം ഈ അദ്ദേഹത്തെ ബയോഗ്രഫിയിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൊണ്ട് ഈ കുങ്കുമത്തിന്റെ ആവർത്തനം എന്ന് പറയുന്ന നോവലിന് അവാർഡ് മാഷ് കിട്ടും. അന്ന് കുങ്കുമത്തിന്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ബഷീർ മാഷൊക്കെ അറിയുന്നുണ്ട്, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു അവാർഡായിട്ടാണ് ഞാനതിന് മനസ്സിലാക്കുന്നത്. സാനുമാഷ്കൊക്കെ മുന്നേ കിട്ടി. ഞാൻ പറഞ്ഞത് ആ കുങ്കുമം അന്ന് അത്രയും വലിയ മാസിക മാഷ് ആവർത്തനം എന്ന് പറയുന്ന നോവൽ. സോ ഒരു കാലത്ത് മുഴുവൻ നിറഞ്ഞു നിന്ന് ജീവിച്ച പല മേഖലകളിൽ ഇടപെട്ട ഈ ബാലസാഹിത്യവും ബാലയും നാടകവും ലേഖനങ്ങളും ഒക്കെ പല മേഖലകളിൽ ഇടപെട്ട പുതിയ അഭിരുചികളെ നന്നായി നോക്കിയിരുന്ന
പേര് കൂടി കാസിം മാഷ് എന്ന് തോന്നുന്നു. ഇവിടെ ഒരു കാര്യം, രാമുകായിട്ട് 18 ലേഖനങ്ങൾ ഈ കളക്ഷൻ ഉണ്ട്. 2016 ഈ പുസ്തകം പൂർണ്ണ പബ്ലിഷ് ചെയ്തു. 9 വർഷം എന്ന് പറഞ്ഞാൽ 10ാമത്തെ വർഷം ആവാൻ പോകുന്നു. 2026 ആകുമ്പോൾ 10 വർഷം. 10 വർഷം മുന്നേ സംഭവിച്ച പുസ്തകമാണ്. ഇതിനൊരു ആമുഖമായിട്ട് എഴുതിയിട്ടുള്ളത് എൻ്റെ തന്നെ അധ്യാപകനായിട്ടുള്ള KV തോമസ് മാഷാണ്. മാഷ് അത് പൂർണ്ണയിൽ എഡിറ്ററായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാഷ് അതിനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഈ ആസക്തികളും ഉത്കണ്ഠകളും. വളരെ നോട്ടഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. കാര്യം വേഗം നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞത് ആസക്തികളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, പ്രലോഭനങ്ങളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാമത്തിൻ്റെയോ ധനത്തിൻ്റെയോ മൂലധന വ്യാപനത്തിൻ്റെയോ മാധ്യമ ഭീകരതയുടെയോ ഫാസിസത്തിൻ്റെയോ മതമൗലികവാദത്തിൻ്റെയോ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. ആകത്തുകയിൽ ഈ ലേഖനം വല്ലാതെ ധാർമ്മികമായി ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു തലമുറയാണ്. അപ്പൊ എന്നിട്ട് മാഷ് അതിന്റെ പിന്നാലെ നമുക്ക് ഉത്കണ്ഠകളും വരുമല്ലോ. ന്യായമായിട്ടും അങ്ങനത്തെ ഒരു പോക്ക് നിങ്ങളെ കൂടുതൽ ഉത്കണ്ഠകളിലേക്ക് നയിക്കും. പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ചു, ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികൾ സൂയിസൈഡിലേക്ക് പോകുന്നതിനെ കുറിച്ച്, ചെറുപ്പക്കാർ സൂയിസൈഡിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഇതിനകത്തൊരു ലേഖനം പറയും. അമ്മ തന്നെ കുട്ടികളെ കൊന്നുകളയുന്നതിനെ കുറിച്ച് ഇതിനകത്തൊരു ലേഖനം പറയും. നമ്മുടെ ഈ ഗ്രാമത്തിന്റെ നന്മകൾ എന്നൊക്കെ പറഞ്ഞ കോട്ടയിൽ പറഞ്ഞിട്ടുള്ള ഗ്രാമങ്ങൾ മുഴുവൻ ഭയങ്കര അപകടങ്ങളിലേക്ക് മാറുന്നതിനെ കുറിച്ച് മാഷ് ഇതിനകത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞ ഉത്കണ്ഠകൾ വഴിയെ വരുന്നുണ്ട്, ആസക്തികൾ പിന്നാലെയും വരുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ തോമസ് മാഷ് ഇതിനകത്ത് ഒരു ആമുഖപടായത്. മാഷ് ഒരു കാര്യം കൂടി, മാഷ് ആ അവതാരിക്കാത്ത ഒരു കാര്യം കൂടി സ്ട്രൈക്കിംഗ് ആയിട്ട്, ഞാൻ അവതാരിക നല്ലതല്ല, ഞാൻ അവതാരിക ഒരു കാര്യം കൂടി സ്ട്രൈക്കിംഗ് ആയിട്ട് പറഞ്ഞു. അത് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. മാഷുടെ ഒരു നിങ്ങൾ ആലോചിച്ച് പോകും, ആ ഒച്ച വളരെ 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 പ്രധാനമായിരിക്കുമ്പോൾ തന്നെ സൗമ്യമായ ദൃഢമായ ആ ഒച്ച നമ്മുടെ കാലത്തിന് ആവശ്യമുണ്ടോ, നമ്മൾ കേൾക്കാൻ തയ്യാറാണോ എന്നുള്ളൊരു ഉത്കണ്ഠ കൂടി തോമസ് മാഷ് ഇതിൽ പറയുന്നുണ്ട്. അത്ര സൗമ്യതയോടുകൂടി പറയുന്ന, അത്ര ധാർമ്മികമായി സംസാരിക്കുന്ന, അത്ര സൗണ്ടായി സംസാരിക്കുന്ന മാഷിന്റെ ഒരു ഇത് നമ്മുടെ ഒരു തിരക്ക് പിടിച്ച കാലത്തിന് എത്രമേൽ. ഈ സാധാരണ വൈലോപ്പള്ളിയുടെ കവിതയിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിലൂടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്ന കുടിയൊഴുകയിൽ ചോദിച്ച മാതിരി മാഷിന്റെ ഒച്ച വളരെ വേറിട്ട ഒച്ചയായിരുന്നു. ആ ഒച്ച വളരെ സൗണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, ആ വാക്യത്തിന്റെ ആ പദത്തിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം നിങ്ങൾ പഠിച്ച് ആലോചിച്ച് പറയുക, ഒഫൻഡായി പറയുക. നിങ്ങളൊരു കാര്യത്തെ അന്വേഷിച്ച് ആലോചിച്ച് പഠിച്ച് പറയുക എന്നുള്ളത് പറയാം. ഞാൻ വെറുതെ ഒരു ഉദാഹരണത്തിനകത്ത് പറയാം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഇതിനകത്ത് നാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ പറയുന്നു, മലയാളത്തിൽ കിട്ടാവുന്ന വലിയ മോശമില്ലാത്ത ഒരു റെഫറൻസ് ആണ്. നാരായണ ഗുരുവിനെ കുറിച്ചിട്ട് കിട്ടാവുന്ന വലിയ മോശമില്ലാത്ത ഒരു റെഫറൻസ് ആണ്. നാരായണ ഗുരുവിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നമുക്കുണ്ട്, ഇന്നും പഠനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരു കാലത്ത് നാരായണ ഗുരുവിനെ കുറിച്ച് ജീവചരിത്രങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. സഹോദരൻ എഴുതിയിട്ടുണ്ട്, പൂർവ്വകുമാരൻ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ഈ നാരായണ ഗുരുവിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി എന്താ പറയാ, ഈ അത്ഭുതാതരങ്ങളോട് കൂടി കാണുന്ന നാരായണ ഗുരു ഒരു സ്ഥലത്ത് പോയിട്ട് ഈ പറയുന്ന ചികിത്സയൊക്കെ മാറ്റിയിട്ടുള്ള ദിവ്യന്റെ സിദ്ധിയാണ്. നാരായണ ഗുരുവിനെ പറയുന്നത് പോലും ഒരു സ്ഥലത്ത് പോയിട്ട് ഈ അവിടെ എല്ലായിടത്തും ഈ സ്കിൻ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ നാരായണ ഗുരു സർപ്പം സന്ദർശിച്ചിട്ട് പറഞ്ഞു പോലും ഇവിടെ നല്ല വെള്ളത്തിന്റെ അവൈലബിലിറ്റിക്ക് പ്രശ്നമുണ്ട്. സയന്റിഫിക്കായി പറഞ്ഞ ഒരാളെ കുറിച്ചിട്ടാണ് നമ്മൾ നേരെ വേറെ റിവേഴ്സ് ലെങ്ത് പറയുന്നത്. ഇദ്ദേഹം ഒരു മതധാർമ്മികതയുടെയോ അദ്വൈത സിദ്ധാന്തത്തിന്റെയോ ഹിന്ദുത്വത്തിന്റെയോ ഒരു പ്രചാരകനായിട്ട് വരുന്ന ഒരു സങ്കല്പത്തെ ഈ 2016 ഈ പുസ്തകം തിരിച്ചറിയുകയും എന്താണ് നാരായണ ഗുരു എന്ന് പക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാരായണ ഗുരു ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്, നാരായണ ഗുരു പടിപടിയായിട്ട് ചെയ്ത ആക്ടുകൾ എന്തൊക്കെയാണ്, അദ്ദേഹം അരിപ്പുറത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ചെയ്ത ഓരോ പണികൾ എന്താണ്, കണ്ണാടി പ്രതിഷ്ഠ എന്താണ്, അതിനുശേഷം അദ്ദേഹം ചെയ്ത മലയാളം ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, സംസ്കൃത ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്, തിരുക്കുറളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷന്റെ, നാരായണ ഗുരുവിന്റെ ട്രാൻസ്ലേഷന്റെ പ്രത്യേകത എന്താണ്, നാരായണ ഗുരു ഓരോ കാലത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്, ഇന്ന് പ്രഖ്യാപിതമായിട്ടുള്ള ധർമ്മപരിപാലന സംഘങ്ങൾ എങ്ങനെയാണ് നാരായണ ഗുരുവിനെ കാണുന്നത്, നാരായണ ഗുരുവിനെ മുൻനിർത്തി നമ്മളൊരു മാനവികതയെ എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് ക്രമബദ്ധമായി ആലോചിക്കുന്ന, സ്റ്റഡീഡായിട്ട് ആലോചിക്കുന്ന ഒരു ലേഖനമാണ്. അതെന്താ സൗണ്ട് ആവുക. ഒരു ലേഖനം എഴുത്തില് നിങ്ങൾ ആ ലേഖനത്തിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു പൊള്ളുന്ന ഇഷ്യൂ ആണ്. ഒരാൾക്ക് അതിന്റെ പ്രശ്നം ഫീൽ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും?
ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഒരു അങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. യാന്ത്രികമായ അക്കാഡമിക് മെത്തഡോളജി വെച്ച് നമ്മൾ എന്താണ് സ്കൂളിനകത്തിന്റെ കോളേജിനകത്ത് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു യാന്ത്രിക ആക്ട് അല്ല. ഞാൻ പറഞ്ഞ ഇതിന് പിന്നിൽ ഓരോ ലേഖനത്തിനും പിന്നിൽ മാഷ അസ്വസ്ഥമാക്കിയ പ്രശ്നങ്ങൾ, അത് മാഷയുടെ പേഴ്സണൽ അസ്വസ്ഥതകളല്ല, ഞാൻ പറഞ്ഞത് മാഷ് ജീവിച്ച കാലഘട്ടത്തിന്റെ അസ്വസ്ഥതകൾ കൂടിയാണ്. മാഷ് ജീവിച്ച കാലഘട്ടത്തിന്റെ അസ്വസ്ഥതകൾ എക്സാക്ട്ലി ആണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അതിന് ഡീറ്റെയിൽ ആയി ഞാൻ ഈ പറയുന്ന രീതിയിൽ വേണ്ടത്ര റെഫറൻസുകളോട് കൂടി എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ് മാഷയുടെ പ്രത്യേകത. ഞാൻ ഈ ലേഖനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി പറയട്ടെ. ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ചരിത്രം എന്നൊക്കെ പറഞ്ഞു. ചരിത്രമുണ്ട്, ശാസ്ത്രമുണ്ട്, മതമുണ്ട്, സാഹിത്യമുണ്ട്, എല്ലാം ഉണ്ട്. മാഷ്ക്കെല്ലാം വഴങ്ങുന്നുണ്ട്. ശാസ്ത്രം മാഷ്ക്ക് വഴങ്ങുന്നുണ്ട്, മതചിന്ത മാഷ്ക്ക് വഴങ്ങുന്നുണ്ട്, നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ മാഷ്ക്ക് വഴങ്ങുന്നുണ്ട്, ഈ പറഞ്ഞ രീതിയിൽ വിദ്യാഭ്യാസ ചിന്ത മാഷ്ക്ക് വഴങ്ങുന്നുണ്ട്, KS തളിക്കുളത്തിന്റെ കവിത മാഷ്ക്ക് വഴങ്ങുന്നുണ്ട്. വേറെ രീതിയിൽ നോക്കുന്ന സമയം മലയാളത്തിലെ വിമർശനത്തെ മാഷ് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിലെ വിമർശനത്തിന്റെ ഒരു ക്ലാസിക് പീരീഡിനെ ഈ ത്രിമൂർത്തികളുടെ യുഗം എന്നൊക്കെ പറയുന്ന പീരീഡിനെ മാഷ് നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. സോ ഞങ്ങൾ ആലോചിച്ചു സാധാരണ ഒരു മലയാള അധ്യാപകന്റെ വഴിയല്ല. ഞാൻ അത്രയും സാധനങ്ങളിലേക്ക് നിങ്ങൾ ഒറിജിനലായ ഒരാൾക്ക് അങ്ങനെ കയറി പോകാൻ പറ്റും. ഒരു ശാസ്ത്രം പഠിച്ചാൽ ശാസ്ത്രത്തിൽ നിൽക്കും, സാഹിത്യം പഠിച്ചാൽ കേശങ്ങനെയുള്ള കവിതയിൽ പറയുന്നതായിരുന്നു. ചെറുശ്ശേരി മാഷ് വന്നു, കൃഷ്ണകഥ മാഷ് വന്നു. കാരണം അയാൾ തുടക്കം മുതൽ അവസാനം വരെ പഠിച്ച് കൃഷ്ണകഥ അയാൾ സർവീസിൽ കയറിയത് മുതൽ അവസാനം വരെ പഠിച്ചത് കൃഷ്ണകഥയാണ്. സോ കേശങ്ങനെയുള്ള അയാളെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു കൃഷ്ണകഥ മാഷ് വന്നു, രഘുവംശം ടീച്ചർ വന്നു ക്ലാസ്സിലേക്ക്. അപ്പൊ ഈ ടീച്ചർ രഘുവംശയെ പഠിപ്പിക്കുമെന്ന് അറിയാം. ഈ ടീച്ചർ ഞാൻ പറഞ്ഞത് കൃഷ്ണകഥ മാഷ് കൃഷ്ണകഥ മാത്രമേ പഠിപ്പിക്കൂ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഐൻസ്റ്റീന് പൊട്ടി ചെയ്തിട്ടൊരു സാധനം മാഷ് എഴുതുന്നത്, മഹാഭാരതം പൊട്ടി ചെയ്തിട്ട് മാഷ് ഒരു സാധനം, KS തളിക്കുളത്തിന്റെ കവിത പൊട്ടി ചെയ്തിട്ട് വൈലോപ്പിള്ളിയെ പൊട്ടി ചെയ്തിട്ടൊരു കാര്യം. ഞാൻ എന്താ പറഞ്ഞത്, ആ അർത്ഥത്തിൽ കൂടിയാണ് അത് ആ രീതിയിൽ റിച്ച് ആണ്. ആ അർത്ഥത്തിൽ കൂടിയാണ് ആ ലേഖനങ്ങൾ റിച്ച് ആണ്, സൗണ്ടാണ് എന്ന് പറയാനുള്ള കാര്യം. അതൊരു വൈജ്ഞാനിക സ്വഭാവം, അതൊരു വൈജ്ഞാനികതയുടെ മുദ്ര കൂടി. ഒരേമാതിരി ഹൃദയവും തലച്ചോറും വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഹൃദയവും വർക്ക് ചെയ്യും തലച്ചോറും വർക്ക് ചെയ്യുന്നിടത്താണ് ഞാൻ പറഞ്ഞത് വിജ്ഞാനങ്ങളെ കൂട്ടിയിണക്കാനും പ്രശ്നങ്ങളെ കണ്ടെത്താനും. ലാസ്റ്റ് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞ ഏറ്റവും രസകരമായി എഴുതുക എന്ന് പറയുന്നത് അതാണ് 50-60-70% നമ്മൾ മാർക്കറ്റ് കൊടുക്കേണ്ട ഒരു കാര്യത എഴുത്തിൽ. നിങ്ങൾക്ക് എങ്ങനെ ഒരു കാര്യതൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായി ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഈ വൃദ്ധസദനങ്ങളെ കുറിച്ചിട്ടുള്ള ലേഖനമുണ്ട്, കുട്ടികളെടുത്ത് വായിക്കേണ്ട. നിങ്ങൾക്ക് ഭയങ്കര കഥ വായിക്കുന്ന മാതിരി വായിക്കാൻ പറ്റാവുന്നില്ല. സാഹിത്യം പഠിച്ചതിന്റെ വലിയ ഗുണവും മാഷ്. ഞാൻ പറയാം, ഈ വിജ്ഞാന പ്രശ്നങ്ങളൊക്കെ മാഷ് സാഹിത്യമായിട്ട് കൂടിയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ലേഖനമാണ് ഇതിലെ രണ്ടാമത്തെ ലേഖനം. ഞാൻ വൃദ്ധസദനം, ഒരു തലമുറ, അതിനുശേഷം അച്ഛന് ശേഷം മൂന്ന് സെൻട്രൽ ക്യാരക്ടറുകൾ. മുത്തച്ഛൻ എങ്ങനെ അച്ഛനോട് പെരുമാറുന്നു, അതിനേക്കാൾ മോശമായിട്ട് അച്ഛൻ കുട്ടിയോട് പെരുമാറുന്നു എന്നുള്ളതാണ് മാഷ് ഉൾക്കണ്ട. ഞാൻ പറഞ്ഞത് കാലം കഴിഞ്ഞു വരുന്ന സമയത്ത് വൃദ്ധസദനത്തിൽ ആക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഉൾക്കണ്ട, വൃദ്ധസദനത്തിൽ പോലും ആക്കണ്ട എന്നുള്ളതാണ് മകന്റെ. ഈ പരിണാമമാണ് ഒരുപക്ഷെ മാഷ് പറയുന്നത്. പക്ഷെ വളരെ രസകരമായിട്ട് ടച്ചിങ് പോയിട്ടാണ് മാഷ് പറയുന്നത്. മുൻവിധികളുടെ നിഷേധം എന്ന് പറയുന്ന ടൈറ്റിൽ പറഞ്ഞു. ആ ടൈറ്റിലൊക്കെ സ്ട്രൈക്കിംഗ് ടൈറ്റിലാണ്. അതിൽ കുട്ടി വിമാനം കണ്ടതിനെ കുറിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ എന്താ പറയുന്നത്, സർഗാത്മകമായ ഒരു കാര്യം എഴുതുക. ഒരു കുട്ടി വിമാനം കണ്ട സമയത്ത് അമ്മയും കുട്ടി നേരിട്ടുണ്ട്, ഇത്ര വലിപ്പമുണ്ട് വിമാനത്തിന്, അല്ലെങ്കിൽ അത്ഭുതം തോന്നി. അമ്മ പറഞ്ഞു അങ്ങനെ ആകാശത്തിൽ പറഞ്ഞു പോകുന്ന വിമാനങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ കുട്ടി ഇത് വേറെ വിചിത്ര സാധനമാണ്, യന്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ നിന്നാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. പറഞ്ഞത് പോകുന്ന എങ്ങോട്ടാണ് മുൻവിധികളുടെ നിഷേധമൊന്നും മാഷാക്കാക്കുന്നത്. പ്രത്യേകിച്ച് മതധാരണകളിലൊക്കെ കുടുങ്ങി, മൗലികവാദങ്ങളിലൊക്കെ കുടുങ്ങി നമ്മുടെ തലച്ചോറ് എങ്ങനെ പരുവപ്പെടുന്നു എന്നതാണ് മാഷ് മുൻവിധി എന്ന് പറഞ്ഞത്. നിങ്ങൾ ആവർത്തിച്ച് സൂക്ഷിച്ച ലേഖനം വായിച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലത്തെ മതപ്രഘോഷണങ്ങൾ, മതപ്രചാരണങ്ങൾ നമ്മുടെ തലച്ചോറുകളെ എങ്ങനെ വിഷമയമാക്കുന്നു, എങ്ങനെ മുൻവിധികളിലേക്ക് തള്ളിയിടുന്നു, എങ്ങനെ നമ്മുടെ ജീവിതത്തെ യാന്ത്രികവും നരകതുല്യവും സ്നേഹരഹിതവും ആക്കുന്നു എന്നതാണ് മാഷിന്റെ വല്ലാത്ത ഉത്കണ്ഠ. മലയാള ഭാഷ മുൻവിധികളുടെ, പക്ഷെ ആ മുൻവിധികളെ കുറിച്ച് പറയാൻ വേണ്ടി മാഷിന്റെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്നത്. എവിടെ ഒരു രംഗത്ത് ഇങ്ങനെ ഈ വൈജ്ഞാനിക ലേഖനങ്ങൾ വായിക്കുന്നിടത്ത് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു വാക്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അതെന്താ പറയുക, ഉറുമ്പുകൾ മരിച്ചാൽ ആരാണ് സംസ്കരിക്കുക? ഒരു വാക്യം എഴുതിക്കുന്നത്, ഒരു വാക്യമാണ്. ഈ ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ഒക്കെ പറയുന്നതിനിടയ്ക്ക് മാഷ്ടൊരു വാക്യത
ഈ പ്രകൃതിയിലേക്ക് നോക്കി പറഞ്ഞു ഉറുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ഒരു ശവസംസ്കാരം ചെയ്യുക? സ്ട്രൈക്കിംഗ് പോയട്രിയാണ്. ഭയങ്കര കൊള്ളുന്നൊരു പോയട്രിയാണ്. അത്ര സൂക്ഷിച്ച് നിങ്ങൾ ജീവജാലങ്ങൾ നോക്കുമ്പോൾ, ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ, ചെറുതുകളെ കാണുമ്പോൾ മാത്രം എഴുതാവുന്ന സാഹിത്യം അറിയാവുന്ന ഒരാൾക്ക് പറ്റുന്ന പണികൂട. ഞാൻ പറഞ്ഞത് ആ സാഹിത്യത ഈ ലേഖനത്തിന്റെ കരുത്താണ്, ഈ ലേഖനങ്ങളുടെ കരുത്താണ്. അപ്പോൾ ഞാൻ സാമാന്യമായിട്ടാണ് ഇതിന്റെ സൂചനകൾ പറഞ്ഞത്. ഞാൻ ഈ ലേഖനങ്ങളിലൂടെ ഓടിച്ചോടിച്ച് വേറെ ചില സൂചനകൾ കൂടി പറഞ്ഞിട്ട് അവസാനം. ഒന്നാമത്തെ ലേഖനം സയൻസിനെയും മതത്തെയും കുറിച്ചിട്ടുള്ള ഒരു ലേഖനം. ഞാൻ ഇതിന്റെ ക്രക്സുകളാണ് പറയുന്നത്, ഇതിന്റെ ചർച്ചകളുണ്ടെങ്കിൽ നോക്കൂ. നമ്മുടെ നാട്ടിൽ ശാസ്ത്രവും മതവുമാണ് ഇതിന്റെ വിഷയം. ശാസ്ത്രവും മതവുമാണ് ഇതിന്റെ വിഷയം. ദീർഘലേഖനമാണത്. മാഷാത്തിൽ നിന്ന് പ്രാഥമികമായിട്ട് കൊടുത്തിട്ടുള്ള ലേഖനമാണ്. പ്രാധാന്യം അനുസരിച്ചിട്ട് കൂടിയാണ് ഈ പുസ്തകത്തിലെ പല ലേഖനങ്ങളും വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടിനെയും വിമർശിക്കുന്ന ലേഖനം, ശാസ്ത്രത്തെയും മതത്തെയും വിമർശിക്കുന്നു. ശാസ്ത്രത്തെയും മതത്തെയും വിമർശിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഒന്നുകിൽ ശാസ്ത്രം ഉണ്ടാക്കിയൊരു വ്യവസ്ഥക്കകത്തോ മതം ഉണ്ടാക്കിയൊരു വ്യവസ്ഥക്കകത്തോ ആണ് നമ്മെ പോലുള്ള സാധാരണ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 90% മനുഷ്യർ ജീവിച്ചു. നമ്മുടെ ധാരണകൾ എങ്ങനെയായിരുന്നു? ഇത് രണ്ടും പ്രശ്നമാണെന്നൊന്നുമല്ല, മറിച്ച് ഇതിനെ അവസാനത്തെ വാക്യമായിട്ട് എടുക്കരുതെന്നുള്ളതാണ് നാട്ടിൽ. ഇത് രണ്ടും പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും പുറത്തിറക്കണമെന്നല്ല. പക്ഷെ ഇതിനെ നിങ്ങൾ വിമർശനാത്മകമായിട്ട് കൂടി കാണണം എന്നാണ് മാഷിന്റെ അഭിപ്രായം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ശാസ്ത്രത്തിന്റെയും മതത്തിന്റെയും ഒരു പ്രത്യേകത ലോകത്തിൽ അതിനകത്ത് എല്ലാറ്റിനും വിശദീകരണം ഉണ്ട് എന്നാണ് നമ്മുടെ കാര്യം. ഒരു മതം വെച്ചാൽ നമ്മൾ കരുതും ഏറ്റവും സെറ്റ് എല്ലാം അതിനകത്തുണ്ട്, അതിന് പുറത്തൊന്നുമില്ല. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, പ്രപഞ്ചം പിന്നീട് എങ്ങോട്ട് പോയി, ഇനി എങ്ങോട്ട് പോകും, നിങ്ങളുടെ റോൾ എന്താണ്, ചരാചരങ്ങളുടെ റോൾ എന്താണ്, സാധനമാണ് എന്ന് പറഞ്ഞാൽ മതം ഒരു സമഗ്ര വിശദീകരണമാണ് എന്നാണ് നമ്മുടെ ധാരണ. അതാണ് കുഴപ്പമുണ്ടാകും. മതം ഒരു സമഗ്ര വിശദീകരണം, ഒരു ടോട്ടാലിറ്റി സയൻസിനെ കുറിച്ച് പോവുകയും സയൻസ് കുറച്ചും കൂടി നന്നായിട്ട് മതധാരണകളിലേക്ക് തിരുത്തി നിങ്ങൾ ആലോചിച്ചപ്പോൾ ഡാറ്റകളെ കളക്ട് ചെയ്യുന്നു, വർഗീകരിക്കുന്നു, വിശദീകരിക്കുന്നു, കൂട്ടായി അന്വേഷിക്കുന്നു, ലാബോറട്ടറിയിലേക്ക് പോകുന്നു, ഈ സമയം കണ്ടെത്തുന്നു, ലോകത്തിന്റെ വികസന സങ്കല്പങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. പലതും മുന്നോട്ട് ഈ പറയുന്ന വികസനത്തിന്റെ പുരോഗതിയുടെ ചാലകയ്ക്കാവുന്നിടത്ത് വെച്ചിട്ടാണ് മാഷ് ശാസ്ത്രത്തിനും മതത്തിനും വന്നുപെട്ട ചില വിപരീതങ്ങളെ കുറിച്ച് ഈ ലേഖനത്തിൽ സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ലേഖനത്തെ കുറിച്ച് ആദ്യം പറയട്ടെ. ശാസ്ത്രത്തെ വിമർശിക്കുക നമ്മുടെ പുരോഗമന സ്ഥലങ്ങളിൽ പോലും ഒരു പതിവ് രീതിയല്ല. ലോകത്തിൽ യൂറോപ്പിന്റെ ഏതത്തിൽ ശാസ്ത്രത്തിൽ ഗംഭീരമായ വിമർശനത്തിന്റെ ചരിത്രമുണ്ട്. നമ്മുടെ ഭരണകൂടങ്ങൾ, ഭരണാധികാരികൾക്ക് ശാസ്ത്രത്തെ പിൻപറ്റിക്കൊണ്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ശാസ്ത്രത്തെ നിങ്ങൾക്ക് സംശയാസ്പദമായി കാണാം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, യൂറോപ്പിൽ ശാസ്ത്ര വിമർശനത്തിന് വലിയ ചരിത്രമുണ്ട്. പിന്നീട് ചർച്ച ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പറയാം. മലയാളത്തിലൊക്കെ ഈ ശാസ്ത്ര വിമർശനത്തിന്റെ ചരിത്രം വളരെ അടുത്ത കാലത്തൊക്കെയാണ്. ഈസി ബുക്സ് കഴിഞ്ഞ വർഷമൊക്കെയാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രത്തിന്റെ പൊളിറ്റിക്കൽ സൈഡിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്ന ഒരു പുസ്തകമുണ്ടായി. അപ്പോഴാണ് മാസ്റ്റർ ടെസ്റ്റ് ഈ പറയുന്ന രീതി ഇതിനെ കുറിച്ച് പറഞ്ഞു. മാഷ് ശാസ്ത്രത്തിന്റെ ധാർമ്മികതയിലൊക്കെ മാഷിന്റെ കൂടെ അറ്റംബോംബ് കണ്ടുപിടിച്ചിട്ടുള്ള ഓപ്പൺ ഹീമർ അവസാനം ഭഗവത്ഗീതയിലെത്തിയത് എങ്ങനെയെന്ന് സംസാരിക്കുന്നുണ്ട്. അത് ശരി, ഞാൻ ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യമാണ്. ഐൻസ്റ്റീൻ പറയുന്നുണ്ട് പോലും മതധാർമ്മികതയോട് ചേർന്ന് നിൽക്കാത്ത ശാസ്ത്രം വേസ്റ്റ് ആണ് എന്ന് ഐൻസ്റ്റീൻ പറയുന്നുണ്ട് എന്ന് മാഷ് കോട്ടയം. അതായത് ശാസ്ത്ര നേട്ടങ്ങൾ ലോകത്തിന്റെ അപകടങ്ങളിലേക്ക് നയിച്ചപ്പോൾ അതിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആളുകൾ തന്നെ എത്തിയിട്ടുള്ള പ്രതിസന്ധികൾ, ധാർമ്മിക പ്രതിസന്ധികളെ കൂടി വിശദീകരിക്കുന്ന ഒരു ലേഖനമാണ് മാഷിന്റെ ഒന്നാമത്തെ ലേഖനം തന്നെ. അതേ സൈഡിൽ മാഷ് ഈ പറഞ്ഞ രീതിയിൽ മതസങ്കല്പങ്ങൾക്ക് ബന്ധപ്പെട്ട വിപരീതങ്ങളെയും സംസാരിക്കും. ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാക്കാൻ പറ്റാവുന്ന മറ്റൊരു ധാർമ്മികതയാണ് മാഷ് ഇതിനകത്ത് പകരമായിട്ട് പറഞ്ഞു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, എനിക്കൊരു സംശയങ്ങളുണ്ട്. മാഷ് ഈ രണ്ട് ശാസ്ത്രത്തിന്റെയും മതത്തിന്റെയും പ്രശ്നങ്ങൾ പറഞ്ഞ് മാഷ് അവസാനം പറയുന്നതിന്റെ ഒരു പ്രതിവിധി, ഈ ലേഖനത്തിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള സ്ഥാനത്തെ കുറിച്ച് അദ്ദേഹം വിരച്ചൂണ്ടിയത് മതധാർമ്മികതയുടെ പുനഃസ്ഥാപനത്തിലേക്കാണ്. ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കാൻ. എന്താണ് മതധാർമ്മികത? മാഷ് ഉദ്ദേശിക്കുന്നത് മതധാർമ്മികത എന്നാൽ നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. മാഷ് കൺഫ്യൂഷനും കോംപ്ലിക്കേഷനും ഉണ്ടാവില്ല. പരമ്പരാഗതമായ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളോ ആരാധനാ രീതികളോ അല്ല. ക്ലിയർ? റിച്വലായിട്ട് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സാധനമല്ല മതധാർമ്മികത. ധർമാനുസൃതവും നീതിപൂർവമായ സദാചാരനിഷ്ഠയും സർവ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായ സന്മാർഗ ദർശനമാണ്.
മതവും ശാസ്ത്രവും വഴിതെറ്റുമ്പോൾ മാഷ് പറയാൻ മാനവ സമൂഹത്തെ ഒരേ കുടുംബമായി കാണുന്ന സാർവലൗകിക സാഹോദര്യമാണ്. വാക്യങ്ങളൊക്കെ വളരെ 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 പ്രപഞ്ച വ്യവസ്ഥയിൽ ഉൾച്ചേർന്നിരിക്കുന്ന പരസ്പര സഹവർത്തിത്വം എന്ന ദൈവഹിതം സ്വമേധയാ അനുസരിക്കാനുള്ള വിനയവും വിവേകവും മാഷ് വെക്കുന്ന മതധാർമ്മികത എന്ന് പറയുന്ന വാക്കിനാണ്. നമ്മുടെ കൺവെൻഷണൽ മതമല്ല ഈ പറഞ്ഞ രീതിയിൽ. അത് ഞാനതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകും. രണ്ടാമത്തെ ലേഖനം വിതയും കൊയ്ത്തുന്നാണ്. ഞാൻ ഇതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. എന്താണ് നിങ്ങൾ വിതയ്ക്കുന്നത് തിരിച്ചു കിട്ടുന്നതാണ്. അത് ആ സങ്കല്പങ്ങളൊക്കെ മാഷിൽ കണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്നൊക്കെ നമ്മൾ ഈ മകൻ ചെയ്യുന്നതാണ് മകനോട് അച്ഛനോ മകൻ അച്ഛനോട് ചെയ്യുന്നതാണ് അടുത്ത തലമുറ നമ്മളോട് ചെയ്യുക എന്ന് ഈ വൃദ്ധസദനത്തിന്റെ യുക്തിയിൽ നിന്നുകൊണ്ട് മാഷ് വിശദീകരിക്കുന്ന വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. നിങ്ങൾ നോക്കൂ, മകൻ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഈ വൃദ്ധസദനത്തിലാക്കുന്നതിന് മുൻപേ ഈ വൃദ്ധസദനത്തിന്റെ ഒരു വർണ്ണന അച്ഛനോട് മകൻ പറയുന്നത്. നാളെ കൊണ്ടാക്കാൻ പോവാണ്, അത് ഇവിടെ കാണുന്ന കാര്യത്തില്ല, അവിടെ അതിന്റെ അത്ര കൂട്ടുകാരുണ്ടാവും പറയും. പക്ഷേ ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ അവിടെ പോകുന്നതോടെ വൈകുന്നേരം നല്ല നല്ല ഭക്ഷണമല്ലേ, ഒരു പ്രശ്നവുമില്ല. വിനോദത്തിന് വിനോദം, നല്ല റൂം, എല്ലാ സാധനങ്ങളും. വ്യത്യാസം അയാൾ നേരിട്ട് പോയിട്ട് കാണും. ഞാൻ പറഞ്ഞത് ഇത്ര പോലും ആലോചിക്കാത്ത ആളാണ് ഈ പറയുന്ന രീതിയിൽ വരുന്ന തലമുറ. നമുക്ക് ഈ കാഴ്ചപ്പാടിനോട് നിങ്ങൾക്ക് ചർച്ചയാകാം, മാഷ് പറയുന്നത് ശരിയാണോ എന്നാകാം. പക്ഷെ മാഷിക്ക് പറയാനുള്ള കാര്യം വ്യക്തവും ഞാൻ പറഞ്ഞ ഭംഗിയിലും എഴുതാൻ ഈ ലേഖനത്തിൽ പറ്റും. എനിക്ക് ഇതിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് ഇതിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞ കാര്യം ഈ വൃദ്ധസാഹിത്യത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഈ വീണ്ടും വീണ്ടും വളരെ സജീവമായി വരുന്ന ഒരു കാര്യവും കൂടിയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ സർക്കാരൊക്കെ വരും കാലങ്ങളിൽ കുറെ കൂടി ഫണ്ട് മുടക്കുന്ന ഒരു മേഖലയായിട്ട് അത് മാറും നമുക്ക് ഉറപ്പാണ്. ഒരു പ്രായോഗിക കാര്യം. കേരളത്തിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ടാളുകളുടെ വൃദ്ധസദനത്തിലെ പ്രവേശം ഭയങ്കര ചർച്ചയോ. ഒന്ന് KG ജോർജിന്റെ വൃദ്ധസദനത്തിലെ പ്രവേശം. മരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം വൃദ്ധസദനത്തിലായിരുന്നു എന്നുള്ളത് കേരളത്തിന്റെ പബ്ലിക് ഉമ്മൻചാണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മരിക്കുന്ന സമയത്തെ കുറിച്ചുള്ള ചില ആലോചനകളുണ്ട്. ഞാൻ പറഞ്ഞ ആലോചിച്ച് നോക്കൂ, ഒരു 10 വർഷം കൊണ്ട് ഈ സങ്കല്പങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു യാഥാർത്ഥ്യമായി തീരുകയും വയസ്സുകാലത്ത് എല്ലാവർക്കും എത്താനുള്ള ഒരു സ്ഥാനമായി ഇത് യാഥാർത്ഥ്യമായി വൃദ്ധസ്ഥാനം മാറുകയൊക്കെ ചെയ്യും. പക്ഷെ മറ്റൊരു തലമുറ അതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. മറ്റൊരു ധാർമ്മിക പ്രശ്നമായി വീടിനടുത്തൊരു പ്രശ്നമായിട്ടാണ് തോന്നുന്നു. അടുത്തൊരു ലേഖനം ഞാൻ ഓടിച്ചിട്ടാണ് ഒരു ആളുകൾ പഴയ അർത്ഥവചനം പുതിയ അർത്ഥനിർദ്ധാരണം ഒന്നുമില്ല. ആ ലേഖനം നമ്മളോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിദ്യാഭ്യാസം സർവ്വജനാൽ പ്രധാനം എന്നൊരു ചൊല്ലുണ്ടായിരുന്നു. നല്ല എക്കാലത്ത് നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയുന്നു. മാഷ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ക്ലാസ് റൂമിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മാഷ് കുറേ കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ ദർശനങ്ങൾ ഈ ലേഖനത്തിന്റെ ഈ പുസ്തകത്തിന്റെ വേറൊരു വഴിയാണ്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ആ അത് വലിയൊരു വിദ്യാഭ്യാസ സർവ്വജനാൽ പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നിങ്ങൾ എന്ത് കാശിൽ പോക്കറ്റിൽ കാശുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അതിനേക്കാൾ വലിയ ധനമാണ് നിങ്ങൾക്ക് കിട്ടുന്ന അറിവ്. അറിവ് തന്നെയാണ് നിങ്ങളുടെ മോക്ഷം, അറിവ് തന്നെയാണ് നിങ്ങളുടെ ഈ പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, അറിവ് തന്നെയാണ് നിങ്ങളുടെ കയ്യിലെ ബലം, അറിവ് തന്നെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ വളരെ ഹൈറ്റിലൊക്കെ പറയുന്നത്. പഠിച്ചാൽ മതി, പഠിച്ച് ബോധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ആ ചൊല്ലിന്റെ അർത്ഥം. നേരെ റിവേഴ്സ് ആ ചോദ്യത്തിന് വന്നിട്ടുള്ള സമകാലത്ത് മാഷയുടെ കാലത്ത് വന്നിട്ടുള്ള വലിയ ഡിപ്രീസിയേഷൻസ്, വലിയ വീഴ്ചകളാണ് മാഷിയുടെ അതിനകത്ത് ആവർത്തിച്ചത്. ധനം എന്ന് പറയുന്ന വാക്കിനെ കണ്ടു നമുക്കറിയാം. വിദ്യാഭ്യാസം ചെയ്യാൻ ഭയങ്കര കാശ്. നോക്കൂ, വിദ്യാഭ്യാസം പഠിച്ചിറങ്ങിയ ആൾക്ക് ഒറ്റ ഉദ്ദേശമായി ഇവിടെ കാശ് 10 ഇരട്ടി പലിശ, കൂട്ടുപലിശ, മുതൽ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടാക്കണം. ഈ സങ്കല്പം മാഷ് കണ്ടിട്ടുള്ള സങ്കല്പം. പഠിക്കാൻ എത്ര ഫീസ്, പഠിച്ചിറങ്ങുന്ന ആളുകൾ അതെ ഫീസ് രോഗികളിൽ നിന്ന് ഈടാക്കുന്ന കാഴ്ച മാഷ് കാണുന്നിടത്താണ് ഈ സംഭവം. വെറുതെ ഞാനൊരു കൗതുകം കൊണ്ട് പറയട്ടെ. മാഷ് ഒരു ദിവസം ക്ലാസ്സിൽ മാഷ് ഒക്കെ ആ കാലത്തെക്കുറിച്ച് പ്രേമസംഗീതം പഠിപ്പിക്കുന്ന സമയത്ത്, ഉള്ളൂരിന്റെ പ്രേമസംഗീതം പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി വിനീത വിധേയനായി കാസിം മാഷിന് മുമ്പിൽ എഴുന്നേറ്റത് പോലും അത് ഞാൻ പോലും അത് പറയുന്നുണ്ട്. നിങ്ങളാഴ്ച വിദ്യാലയം സർവ്വജനാത്മദാനത്തിന്റെ ലേഖനത്തിലെ വേറെ സമയത്ത് എഴുന്നേറ്റുന്നൊരു ചോദിച്ചു, മാഷി ഒരു സംശയമുണ്ട്. അപ്പൊ മാഷ് വളരെ 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 എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വായിക്കും. മാഷ സംശയം മുഴുവൻ കേട്ട് ആ കുട്ടി ചോദിച്ചൊരു സംശയം മാഷി പറഞ്ഞപ്പോൾ നടക്കുന്നതാണ്. ഈ ലേഖനത്തിൽ പ്രേമസംഗീതം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദയാർദ്രകമാണ് നിങ്ങളുടെ ദൃഷ്ടിഗംഗ, താഴോട്ട് ഒഴുകട്ട മേന്മേൽ. ദയാർദ്രമാണ് നിങ്ങളുടെ ദൃഷ്ടിഗംഗ,
താഴോട്ട് ഒഴുകട്ടെ എന്ന് പറഞ്ഞ കവിത പഠിപ്പിക്കുമ്പോൾ പുതിയ കാലത്തിൽ കുട്ടിക്ക് സംശയം ഉണ്ടാവുന്നു. നിങ്ങൾ താഴേക്ക് പോകാനാണോ പക്ഷെ മുകളിലേക്ക് പോകാനാണോ കാര്യം? ഞങ്ങൾ താഴേക്ക് പോകാൻ തയ്യാറില്ല, പഠിച്ചിട്ട് ഞങ്ങൾക്ക് റിട്ടേൺ വേണം മാഷ്. പക്ഷെ ഈ ചോദ്യത്തെ വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് ക്ലാസ് റൂമിൽ നേരിട്ടതെന്ന് എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായി. ഞാൻ പറഞ്ഞത് നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കടയിൽ നമുക്ക് തോന്നാം പല രീതിയിൽ. മാഷ് വളരെ പേഷ്യൻ്റ് ആയിട്ട് ആ കുട്ടിയുടെ ചോദ്യത്തിൽ എന്തുണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് മാഷ് അതിനെ എന്തായാലും അതാണ് ആ ലേഖനത്തിന്റെ ഒരു താല്പര്യം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ധാരാളം എഴുത്തുകൾ ഉണ്ട്. ഇന്ത്യയിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അറിവ് എന്ന് വെച്ചിട്ട് മറ്റൊക്കെ അറിയുന്നില്ല. എന്താണ് അറിവ് എന്ന് വയ്ക്കുന്നതിന് അതിലുള്ളൊരു ഇതെന്താന്ന് ചോദിച്ചാൽ ലോകവും വേദവും അധ്യാത്മവും ചേരുന്നതാണ് അറിവ്. ഹിന്ദി ലോകവും വേദവും അധ്യാത്മവും ചേരുന്നതാണ് നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തെ കുറിച്ചുള്ള ധാരണ വേണം, വേദം മീൻസ് പുസ്തകത്തെ കുറിച്ചുള്ള ധാരണ വേണം, നിങ്ങളുടെ അധ്യാത്മവും വേണം. അധ്യാത്മം മീൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസും വേണം. ഇത് മൂന്നും കൂടി ചേരുന്നിടത്താണ് അറിവുണ്ടാവുക. ഒരു സങ്കല്പമാണ്. ഈ സങ്കല്പം നിൽക്കുന്ന അത്ര ഹൈറ്റ് നിൽക്കുന്ന ഈ സങ്കല്പത്തിന്റെ കാലത്ത് തന്നെയാണ് ഏകലവ്യന്റെ വിരല് അറക്കപ്പെട്ടത്. ഏകലവ്യന്റെ വിരൽ അറക്കപ്പെട്ടത് ആ കാലത്ത് തന്നെയാണ് ഈ പറയുന്ന വലിയ ഹൈറ്റില്ല. ഗാന്ധിയുടെ വിദ്യാഭ്യാസ ദർശനം വരുന്നൊരു സന്ദർഭത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യ ഒരു മഹത്തായ രാഷ്ട്രസങ്കല്പത്തിലേക്ക് വളരുന്നു, ഇന്ത്യ ജനാധിപത്യവും മതേതരമാവുന്നു. ആ സന്ദർഭത്തിലാണ് ഗാന്ധിയെ തുടർന്ന് പിൽക്കാലത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ, രാധാകൃഷ്ണന്റെയോ കോത്താരിയുടെയോ ഒക്കെ കമ്മീഷൻസ് നമുക്കറിയാം. അത്തരം കമ്മീഷൻസ് വിദ്യാഭ്യാസം അതിൽ നിന്നും നമുക്കറിയാം ഏറെക്കുറെ മുന്നോട്ട് പോയി വീണ്ടും വിദ്യാഭ്യാസ ദർശനം. ഞാനെന്താ പറഞ്ഞത്, മാഷ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വീണ്ടും മാഷോട് സംസാരിക്കാൻ ധാരാളം സ്പേസുകളുണ്ട്. നമ്മളൊക്കെ ഇന്ന് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നോക്കൂ, ജ്ഞാനം എന്നത് ഞാനത് പറയുന്നത് ശ്രദ്ധിക്കുന്നു, അറിവ് എന്നത് ആരുടെ കയ്യിലാണോ അവന്റെ കയ്യിലാണ് അധികാരം. പണ്ട് കാശാരുടെ കയ്യിലാണോ അവന്റെ കയ്യിലാണ് അധികാരം. മറിച്ച് വിജ്ഞാനാധികാരം സാമൂഹികാധികാരത്തിലേക്ക് മാറുന്ന ഒരു കാലത്ത് കൂടിയാണ്. വിജ്ഞാനാധികാരം സാമൂഹികാധികാരത്തിലേക്ക് മാറും എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തെ കീഴടക്കിക്കൊണ്ടാണ് ലോകത്തിലെ ആഗോള ശക്തികളോ സാമാജിക ശക്തികളോ നമ്മളെ കീഴ്പ്പെടുത്താൻ വിഭവങ്ങൾ എന്നുള്ള രീതിയിൽ വിജ്ഞാനത്തെ കീഴടക്കിക്കൊണ്ടുകൂടിയാണ് അവർ അതിൽ ശ്രമിക്കുന്ന ആ കാലത്തിലേക്ക് മാറുന്നിടത്ത് കൂടിയാണ് നമ്മൾ പൊതു വിദ്യാഭ്യാസം, മതേതര വിദ്യാഭ്യാസം, ജനാധിപത്യ വിദ്യാഭ്യാസം ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാഷയിൽ അതിന്റെ വഴികളുണ്ട് എന്നാണ് ഞാനത് പറയുന്നത്. അടുത്തൊരു ലേഖനത്തിന്റെ ടൈറ്റിൽ ഞാൻ ഓടിച്ചിട്ട് ആ ടൈറ്റിൽ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക. ആധിപത്യത്തിന്റെ ആശ്രിതത്വമാണ്. അതിന്റെ സൂചന അത്ര മാത്രമാണ്. മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആധിപത്യ സ്വഭാവം ജീവിക്കുന്നത്. അഷ്ടാലോചനകൾ ശ്രദ്ധിക്കുന്നു. ഞാൻ അതിന്റെ വലിയ വിശദാംശങ്ങളിലേക്ക്, മനുഷ്യനാണ് മറ്റു മൃഗങ്ങളെക്കാൾ കേട്ടോ. വലിയ ആനയെ മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ട് പെരുക്കും നമുക്കറിയാം. അതിന് ചിന്തിക്കാനുള്ള വകുപ്പില്ല എന്നും നമുക്ക് ആലോചിക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിന് മെരുക്കാനുണ്ട്. അപ്പൊ നോക്കൂ, നമ്മളങ്ങനെയാണ് പൊതുവെ മനുഷ്യനാണ് സർവാധികാരി, മനുഷ്യ കേന്ദ്രീകൃതമാണ് ലോകം, ഹോമോസെൻട്രിക് ആണ് ലോകം എന്നാണ് നമ്മൾ കരുതുക. മാഷിന്റെ ലേഖനം മാത്രമല്ല, മാഷിന്റെ ലേഖനം അതിനൊരു ആഡും കൂടി ചെയ്യുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയം വേണ്ടി വരുന്ന ജീവിയും മനുഷ്യനാണ്. എനിക്ക് നമ്മൾ പറഞ്ഞ വിവേകം എന്നാണ് ഈ വാക്യം ഞാൻ പറയാം. ഒരു വിവേകമാണ്. നിങ്ങൾ ഏറ്റവും ദയനീയനായിട്ടുള്ള ആൾ കൂടിയാണ്. നിങ്ങൾ ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള, നിങ്ങൾ ഏറ്റവും ശക്തമാണ് എന്ന് കരുതുന്ന ആളുകൾ, ലോകത്തെ ഭരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പരാശ്രയം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവരാണ്. ഈ തിരിച്ചറിവ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന വിവേകമാണ് ആ ലേഖനത്തിന്റെ ടക്സ്, പൾസ്, കരിമ്പിടിയാണ്. നിങ്ങൾ അയച്ചൊരു കീഴടക്കൽ മാത്രമല്ല നമ്മുടെ ധർമ്മം, പരസ്പര സഹവർത്തിത്വത്തിൽ ജീവിക്കുക കൂടിയാണ് പ്രധാനം എന്നാണ് ആ ലേഖനം പറയുന്നത്. നോക്കൂ, നിങ്ങളൊരു ധാരണയെ തിരുത്തുന്ന ലേഖനമാണ്, മുൻവിധികൾ നിഷേധിക്കുന്ന ലേഖനമാണ്. അർത്ഥത്തിൽ നിങ്ങൾ എഴുതിയത് വേറെ ഒന്നാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ട് അത് സയൻസൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ബോധം കൂടിയാണ്. അതിലേക്ക് കൂടി ഞാൻ പറയും, ഡാർവിനൊക്കെ പറയുന്നത് പോലും ഈ രണ്ട് കാലം നിലനിൽക്കാനും ചിന്തിക്കാനുമുള്ള ശേഷിയാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ വ്യത്യസ്തമാക്കുന്നത്. ഭാവന ചെയ്യാനുള്ള ശേഷിയാണ് മനുഷ്യൻ അപ്രമാദിത്വമാണ്, മനുഷ്യനാണ് പ്രധാനം എന്ന് കരുതുന്നിടത്താണ് പക്ഷെ നേരെ റിവേഴ്സ് വിവേകപൂർണമായി സൗമ്യമായി നാം കേൾക്കാൻ തുടർച്ചയായി നമ്മളോട് എന്ത് പറയുന്നത്. അങ്ങനെ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആശ്രിതത്വം വേണ്ടുന്ന ഒരു ഇത് കൂടിയാണ്. മറ്റു രണ്ട് ലേഖനങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ശ്രീനാരായണീയ ദർശനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹിപ്പോക്രാറ്റസിന്റെ പ്രതിജ്ഞ എന്ന് പറഞ്ഞൊരു 5-6 ലേഖനങ്ങൾ കൂടിയുള്ളൂ.
അത് ഈ വൈദ്യശാസ്ത്രത്തിന് ഇതേപോലെ സംഭവിച്ചിട്ടില്ല. പലരും വായിച്ചിട്ടുണ്ടാവുന്നില്ല. വൈദ്യശാസ്ത്രം ഔഷധ വ്യവസായത്തിന് വന്നിട്ടുള്ളതിനെ കുറിച്ചിട്ടാണ് ആ ലേഖനം. ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന ആളുകളുടെ പ്രതിജ്ഞ എപ്പോഴും ഇതിട്ടാണ് കുട്ടികൾ ഒരുപക്ഷെ ഒരു വിഷയകുലനാകുന്നത് നമുക്കറിയാം. ഹിപ്പോക്രാറ്റസ് ഇത് മാഷ് പറയുന്നത് വളരെ രസകരമായിട്ട് ജീവിതത്തിൽ നാട്ടുകാരുടെ ദുരിതങ്ങൾ കംപ്ലീറ്റ് കണ്ട് അദ്ദേഹം ഒരു അമ്പലത്തിലേക്ക് ഒരു ഗ്രീക്കില് ആ കംപ്ലീറ്റ് ദുരിതങ്ങൾ കണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി അത്രയും പണിയെടുത്തിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ഏർപ്പാട്. ആ വൈദ്യശാസ്ത്രത്തിന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് മതത്തിനൊക്കെ വന്നതുപോലെ ഈ തലതിരിയൽ വന്നത് എങ്ങനെയെന്നാണ് ലേഖനത്തിന്റെ പൾസ്. മരുന്ന് തന്നെ നമ്മുടെ മരണകാരണമാകുന്ന ഒരു രോഗം, ഔഷധം തന്നെ വ്യവസായമായി മാറുന്ന ഉണ്ടാകും. അതിന് പാറ്റേൺ ഉണ്ടാകുന്ന, അത് കീഴടക്കുന്ന മൂന്നാം ലോക രാജ്യങ്ങൾ, ഒന്നാം ലോക രാജ്യങ്ങളുടെ വേസ്റ്റ് പിന്നാകുന്ന പുതിയ പുതിയ വാക്സിനേഷനുകൾ സംഭവിക്കുന്ന ഒരു കാലത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഹിപ്പോക്രാറ്റസിന്റെ പ്രതിജ്ഞ. നോക്കൂ, നമ്മൾ പെട്ടുപോയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ചവിട്ടി നിന്നിട്ടുള്ള റേറ്റിംഗ് കൂടിയാണ് മാഷാണ്. നമ്മൾ മതധാർമ്മികതയിൽപ്പെടുന്നു, ശാസ്ത്രധാർമ്മികതയിൽപ്പെടുന്നു, അലോപതി വ്യവസായത്തിൽപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ചു, അതിനൊക്കെ ഒന്നുകൂടി പുനരാലോചിക്കൂ എന്ന് പറയണം. അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഈ ലേഖനത്തിൽ വേണ്ടി ഞാൻ ഇതിലേക്ക് പോകും. വേറൊരു ലേഖനത്തിന്റെ പൾസ് രതിയും ശോകവും, പോലെ രതിയും ശോകവും സംഭവം. ഇത് അത് തന്നെ നിങ്ങൾ ആലോചിച്ചു, സംസ്കൃത സാഹിത്യ ചിന്ത അല്ലെങ്കിൽ പൗരസ്ത്യ സാഹിത്യ ചിന്തയൊക്കെ ഈ രസചൂസിലെ ചർച്ചയിലൊക്കെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. രസങ്ങൾ, സ്ഥായിഭാവം, അത് മാഷയുടെ ആ ലേഖനത്തിന്റെ പൾസ് ഇതാണ്. കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ആ ലേഖനത്തിന്റെ ഒരു ഇത് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം കാമമാണോ, രതിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ദുഃഖമാണോ, സങ്കടമാണോ നിങ്ങളെ തിരുത്തുക, ആസക്തിയാണോ നിങ്ങളെ തിരുത്തുക? കുമാരനാശാനൊക്കെ സംശയമില്ലാതെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ട് രണ്ടും തുലാസിൽ വെച്ചാൽ ദുഃഖത്തിന്റെ നഷ്ടം തൂങ്ങി കിടക്കാനേ സാധ്യത കൂടുതലുള്ളൂ. മാത്രവുമല്ല, ദുഃഖം മാത്രമേ നിങ്ങളെ പഠിപ്പിക്കാൻ സാധ്യതയുള്ളൂ. സന്തോഷം നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ ഇരട്ടി, പക്ഷെ ദുഃഖങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം, വറുതികൾ നിങ്ങളെ പഠിപ്പിക്കാം, കണ്ണീര് നിങ്ങളെ പഠിപ്പിക്കാം. ചിരിയേക്കാൾ അധികം, രതിയേക്കാൾ, കാമത്തേക്കാൾ അധികം ശോകമാണ് നിങ്ങളെ പഠിപ്പിക്കുക എന്ന് ആലോചിച്ച് ഉറപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. നമ്മുടെ സാമ്പ്രദായിക ചിന്ത തന്നെയല്ല പറഞ്ഞത്, പലപ്പോഴും കാമത്തെ പ്രധാനമായി മുൻനിർത്തുന്ന ഫ്രോയിഡിന്റെ കാലങ്ങളുടെ സെക്ഷുവാലിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഫ്രോയിഡ് പറയുന്നുണ്ട്. മാഷ് വേറെ ഞാൻ ഒറ്റ കാര്യം കൂടി ഇവിടെ ചെറിയ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. മാഷ് ഇതിനകത്ത് സ്ട്രൈക്കിംഗ് ആയ ഒരു കാര്യം പറയുന്നു. നിങ്ങളുടെ സന്തോഷം എന്താണ്, നിങ്ങളുടെ സങ്കടം എന്താണ്? നോക്കൂ, ഞാൻ ഈ പറഞ്ഞ വാക്യം ശ്രദ്ധിക്കണേ. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ മാത്രം അനുഭവിക്കുന്നു, നിങ്ങളുടെ സങ്കടം നിങ്ങൾ മാത്രം അനുഭവിക്കുന്നു. നിങ്ങളുടെ സങ്കടം നിങ്ങൾക്ക് ആരോടും പറയില്ല. നിങ്ങളുടെ സന്തോഷം ഒക്കെ സ്വകാര്യമായിട്ട് നമ്മൾ അനുഭവിച്ചാൽ. മാഷ് വേറൊരു കാര്യം പറയുന്നത്, മറ്റൊരാളുടെ സങ്കടമാകുന്നതാണ് സങ്കടം. മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷം തോന്നുന്നതാണ്. അതായത് അപരവിവേകമൊക്കെ നാരായണ ഗുരുവിന്റെ ഫിലോസഫി നന്നായിട്ട് നോക്കിയ ആളുകൾക്ക് തോന്നുന്നതാണ് തത്വദർശനവും കൂടിയാണ്. എല്ലാം നമ്മുടെ സ്വകാര്യതയിലേക്ക് ചുരുങ്ങി അവനവന് വേണ്ടിയിട്ട് റൊട്ടിയും മുട്ടയും വാങ്ങിച്ച് വീട്ടിൽ പത്തരായിരിക്കുന്ന സമയത്താണ് മാഷ് പറയുന്നത്, മറ്റൊരാൾ കരയുമ്പോൾ നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? അതാണ് ഹൈറ്റുള്ള കരച്ചിൽ. മറ്റൊരാൾ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമോ? അതാണ് ചിരി. ഇത് അനുഭവിക്കാനുള്ള ശേഷി ഉണ്ടോ എന്ന് പുതിയ തലമുറയുടെ വെല്ലുവിളി പോലെ ചോദിക്കുന്നു. അനുഭവിച്ചിട്ടില്ല എന്ന് പക്ഷെ സൗമ്യമായി തന്നെ വിയോജിക്കപ്പെടുകയും ചെയ്യും. കാരണം നമുക്ക് നമ്മുടെ സങ്കടങ്ങളുണ്ട്, അത് തീരുന്നില്ല, അത് തീരാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആളിലേക്ക് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധ്യതയില്ല. അതാണ് അതിന്റെ. പിന്നെ നോക്കൂ, ഈ ടൈറ്റിൽ വളരെ ഈസിയിൽ നമുക്ക് മനസ്സിലായി. മാനവ സംസ്കൃതി ശീർഷാസനത്തിൽ മനുഷ്യർ ഉണ്ടാക്കിയ സംസ്കാരം മുഴുവൻ തല കുത്തി നിൽക്കുന്നു. അതിൽ വിദ്യാഭ്യാസമുണ്ട്, നേരത്തെ പറഞ്ഞ ഔഷധ വ്യവസായമുണ്ട്, മതധാർമ്മികതയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അനകീടായി നിൽക്കുന്നു എന്നുള്ളതാണ് ആ ലേഖനത്തിന്റെ. നോക്കൂ, അടുത്തത് സ്നേഹനിരാസവും സ്വത്വ നിഷേധവും. സ്നേഹനിരാസവും സ്വത്വ നിഷേധവും എന്ന് പറഞ്ഞ സാധനം ഈ സൂയിസൈഡ് ഒക്കെയാണ്. അതിൻ്റെ ഒരു സ്വത്വ നിഷേധം എന്നുള്ളതിൻ്റെ ഒരു സൂയിസൈഡ് ഒക്കെയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഒരു അരുവി നഷ്ടപ്പെടുന്നു. അശാനൊക്കെ ആവർത്തിച്ച് പറഞ്ഞ ഈ മാഷിയുടെ പുസ്തകത്തിനകത്തും അടിപ്പടമായി പ്രാപ്തി ചെയ്യുന്ന ഒരു വികാരം അധീക്ഷത്തെ വിളിച്ചൊക്കെ മനസ്സിലായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. നിങ്ങൾ ആലോചിച്ചു, അത്രമേൽ സ്നേഹത്തിൽ ഉണ്ടായി, സ്നേഹത്തിൽ പ്രോഗ്രസ് ചെയ്ത് സ്നേഹം കൊണ്ട് പൊലിയേറ്റുന്ന സ്ഥലങ്ങൾ എങ്ങനെ സ്നേഹരാഹിത്യത്തിലേക്കും വെറുപ്പിലേക്കും പോകുന്നു, ജീവിത നിഷേധങ്ങളിലേക്കും പോകുന്നു, മരണത്തിലേക്ക് പോകുന്നു എന്ന് സൂചിപ്പിക്കുകയും അതിന്റെ പ്രതിവിധികൾ ആലോചിക്കുകയും ചെയ്യുന്ന ലേഖനമാണ്.
അതിന് ഞാൻ ഇതിന്റെ പൾസുകൾ ഇവിടെ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് അവസാനിക്കാതെ ജീവിതത്തിന്റെ ശ്രുതിതാളങ്ങൾ, ആ ലേഖനത്തെ കുറിച്ചാണ് നേരത്തെ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞത്. അജിയേഷ് കോട്ടയം, ഞാനത് കോട്ട് ചെയ്യാൻ വേണ്ടി ഇതാ വായിക്കുന്നുണ്ട്. ഞാനും മാറ്റി വെച്ചിട്ട് കൺഫ്യൂഷൻ. ഞാനും അജേഷും ഒക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ എന്താണ് നമ്മൾ കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ പട്രിയാർക്കിക്കലാണ് നമ്മുടെ സൊസൈറ്റി. പുറത്ത് നമ്മൾ വേറെ ആളാണ്, അകത്ത് നമ്മൾ വേറെ ആളാണ്, ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്. നമ്മളുണ്ടായ പ്രോഗ്രസീവ് സങ്കല്പങ്ങൾ മുഴുവൻ വീട്ടിൽ പുറത്ത് വെച്ചിട്ട് വീട്ടിനകത്ത് നമ്മൾ മതവാദിയാണ്, അത് പുരുഷാധിപത്യവാദിയാണ്, കുലീനതാവാദിയാണ്, ഭയങ്കര വിപരീതങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ പാർട്ട്ണറെ നമുക്ക് അതേ ഹൈറ്റിൽ അതേ രീതിയിൽ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ആ തൊഴിലുകൾ ഷെയർ ചെയ്യാൻ പറ്റും. കുടുംബം ജനാധിപത്യപരമാകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തെ കഴുകി വൃത്തിയാകേണ്ടതിനെ കുറിച്ചിട്ടാണ് ഈ ലേഖനം സംസാരിക്കുന്നത്. എനിക്ക് അഭിപ്രായ വ്യത്യാസം എനിക്ക് തോന്നാറുണ്ട്. കുടുംബം കഴുകിയ വൃത്തിയാവുമെന്ന് സംശയമുള്ള ഒരാളാണ് ഞാൻ. മാഷി വിചാരിക്കുന്ന കുടുംബം കഴുകിയ വൃത്തിയാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ കുടുംബം കഴുകിയാൽ പോലും വൃത്തിയാവുമോ എന്ന്. കാരണം ബേസിക്കലി കുടുംബം എന്ന് പറയുന്ന കാഴ്ചപ്പാട് തന്നെ മതസങ്കല്പങ്ങളോ ഈ പറയുന്ന പുരുഷാധിപത്യ സങ്കല്പങ്ങളോ അതാത് കാലത്തെ അധികാര മര്യാദകളെയൊക്കെ സോഫ്റ്റായി വർക്ക് ചെയ്യുന്ന സ്ഥലവും കൂടിയാണ്. നോക്കൂ, മാഷ എഴുതിയ വാക്യം അജിയേഷിനോടൊപ്പം ഞാനും ചേർന്ന് വായിക്കുന്നു. അത് കാണാം. സ്ത്രീകളെ കാൽക്കീഴിൽ നിർത്താനുള്ള പുരുഷന്റെ സ്വേച്ഛാധിപത്യത്തിന് നിയമസാധു പ്രകൃതി വ്യവസ്ഥയനുസരിച്ച് ഞാൻ നോക്കാം. വേറൊരു ലേഖനം ചിരിയും കണ്ണിയും. അത് കഴിഞ്ഞിട്ടൊരു ലേഖനം അർജുന വിഷാദയോഗം ഒരു അനുബന്ധം. മഹാഭാരതമാണ് വിഷയം മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതിഹാസവും സംസ്കൃതവും ഭാഷ നന്നായി വഴങ്ങുന്നു എന്ന് പറഞ്ഞു. ഇതിഹാസ സന്ദർഭങ്ങളിൽ ഇതിനകത്ത് ഒന്നിലധികം ഇതിനകത്തെ വിഷയമാണ്. അർജുന വിഷാദയോഗത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. മഹാഭാരതത്തിലെ വളരെ പ്രസിദ്ധമായ ഭാഗം. ഈ വർത്തമാനകാലത്ത് ശാസ്ത്രഭീകരതയും യുദ്ധഭീകരതയും വരുമ്പോൾ നാം എങ്ങനെ പുതിയ കുരുക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന ആലോചനയാണ്. കാര്യം പിടിയിട്ടില്ല. അർജുനൻ നിന്നത് വേറൊരു കുരുക്ഷേത്രത്തിലാണ്, നമ്മൾ നിൽക്കുന്നത് വേറൊരു കുരുക്ഷേത്രത്തിലാണ് എന്ന് വായിക്കുന്ന ലേഖനം. ഒരു സത്യാന്വേഷണത്തിന്റെ പരിസമാപ്തി എന്നാണ് അടുത്ത ലേഖനം. 2-3 ലേഖനം കൂടിയുണ്ട് കഴിഞ്ഞു. സത്യാന്വേഷണത്തിന്റെ പരിസമാപ്തി എന്നുള്ളത് ഒരു കഥയാണ്. ഒരു കഥയാണ്. സന്യാസിയുടെ അടുത്ത് ജീവിതത്തിന്റെ അർത്ഥം എന്ത് വരുന്ന ആളോട് പറയുന്നതാണ് ലേഖനത്തിന്റെ കണ്ടിട്ട്. കാര്യം മനസ്സിലായി, പ്രപഞ്ചത്തിൽ വേസ്റ്റായിട്ടൊന്നുമില്ല, എല്ലാത്തിനും അർത്ഥമുണ്ട്, എല്ലാത്തിനും മൂല്യമുണ്ട്. അതിനെ കണ്ടെടുക്കലാണ് പ്രധാനം. അതുകൊണ്ട് ജീവിതം വ്യക്തമാണ്, ജീവിതം നിസ്സഹായമാണ്, ജീവിതം അവസാനിക്കേണ്ടതാണ് എന്നുള്ള ബോധത്തെ വളരെ പ്രസാദാത്മകമായി പ്രത്യാശാഭരിതമായി നേരിടുന്ന ലേഖനമാണ്. അത് ഉണ്ടാവും. വേറൊന്ന് നാട്ടിൻ പുറത്തൊരു കൊച്ചു വീട് എന്ന് പറയുന്ന ലേഖനം KS പള്ളിക്കുളത്തിന്റെ കവിതയാണ് അതിലൊരു പ്രധാന വിഷയം. എൻ്റെ പ്രണയം സമ്പന്നമാവുക, നാട്ടിൻ പുറത്ത് ഞാൻ കാമുകിയോടൊപ്പം ചെറിയൊരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് എന്ന് KS പള്ളിക്കുളം പറയുന്ന ഒരു ഭാഗമാണ്. നേരെ റിവേഴ്സ്, പ്രണയം അങ്ങാടിയിലേക്ക്, പ്രണയം മാർക്കറ്റിലേക്ക്. പക്ഷെ ഉപയോഗിക്കുന്ന ഒരു പദം ഞാൻ വെറുതെ നിങ്ങളോട് പറയട്ടെ. എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പദം, ഞാനിതുവരെ അത്ര ശ്രദ്ധിക്കാതെ പോയൊരു പദമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. നമ്മൾ ഈ ശരീരത്തിന്റെ വീഴ്ച എന്ന് നമ്മളല്ലാതെ എപ്പോഴും കേൾക്കാറുണ്ട്. ദാമ്പത്യത്തിലൊക്കെ ശരീരത്തിന്റെ വീഴ്ച. മാഷ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്യം ഹൃദയത്തിന്റെ വീഴ്ച. നിങ്ങൾ അതിച്ച് ഹൃദയത്തിന്റെ വീഴ്ച. എൻ്റെ കാമിനിയോട്, എൻ്റെ ഭാര്യയോട് എനിക്ക് ഹൃദയപൂർണ്ണമായ ഐക്യമാണ് വേണ്ടത് എന്നൊരു വാക്യം ഈ ഇതിനകത്ത് മുഴങ്ങുന്നു. മറ്റൊന്ന് അവസാനിക്കുന്നു. സമ്പത്തും സുഖവും സ്വായത്തമാണ്. നിങ്ങൾക്ക് സമ്പത്ത് കിട്ടണമെങ്കിൽ സുഖം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ചോദ്യം ഒറ്റ ഉത്തരവേ ഉള്ളൂ. സമ്പത്തിനെ ഒഴിവാക്കുക, സുഖത്തെ ഒഴിവാക്കുക എന്ന ആൻസറാണ് ഈ ലേഖനം പറയുന്നത്. സമ്പത്തിനെയോ സുഖത്തിനെയോ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ലേഖനം നമുക്ക് പറയുന്നത്. സോ ഈ ലേഖനങ്ങളിലൂടെ ഞാൻ ഓടിച്ച് പോയി. അവസാനത്തെ ഒരു ലേഖനം വിദ്യാഭ്യാസ ദർശനത്തെ കുറിച്ചാണ്. ആ വിദ്യാഭ്യാസ ദർശനത്തിന്റെ സൂചനകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. സോ ഞാൻ അവസാനിപ്പിക്കുന്നു. പലതരം വിഷയങ്ങളെ കുറിച്ച് വളരെ അതോറിറ്റേറ്റീവായ സ്വഭാവത്തിൽ കുറെ കൂടി നമ്മളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ധാർമ്മികമായ ഒരു പ്രേരണയിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട ഈ മനോഹരമായ ലേഖനങ്ങൾ അദ്ദേഹം എഴുതിക്കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ വലിയ ആലോചനകൾക്ക് സംവാദങ്ങൾക്ക് ക്ഷണിക്കുന്നു. ഇത് തൊട്ടുകൊണ്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ ആലോചിക്കാനുള്ള സ്പേസ് ലേഖനത്തിലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അധികം സമയമെടുത്തു എന്ന് വിചാരിക്കുന്നു. ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഭാഷ ഒരിക്കൽ കൂടി അത്രയും മനസ്സുകൊണ്ടാണ് നന്ദി.